സന്തോഷമുള്ള കരമത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒട്ടും സമയം കളയാതെ പ്രിയ ഞാൻ മുമ്പോട്ട് കടന്നു വന്നു. ദൈവം തനിക്ക് കൊടുത്ത ചിന്തകൾ നമ്മൾ പങ്കുവെക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസം തന്നെ ആയിരിക്കാമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ദൈവത്തിന് മഹത്വം. Praise the Lord. Amen. I would like to start with a word of prayer. Amen. Father God, we pray in the name of our Lord and Savior Jesus Christ, by the power of the Holy Spirit in us, Lord. Father God, please lead me here, Lord, as I'm preparing to share the word and spread the gospel, Father God. സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നിന്റെ വചനം നയിപ്പാൻ അടിയൻ ആഗ്രഹിക്കുമ്പോൾ ആവശ്യമായ കൃപയും ശക്തിയും പരിശുദ്ധാത്മ തുണയും പകൽക്കാലം നാഥൻ കൽപ്പിക്കണമേ. Father God, please speak through me. Please use me as a vessel, Father God, and by the Holy Spirit, please speak through me, Lord. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ദയവായി എന്നിൽ കൂടി അവിടുത്തെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. എന്നെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് എന്നിൽ കൂടി അവിടുന്ന് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. And Father God, I pray for the ones listening, whether they may be here or through Facebook Live. Father God, I pray that you allow them, the Holy Spirit, to receive the word, Father God, that you speak through me. കർത്താവേ, ഇന്ന് പകല് വചനത്തിൽ കൂടി ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി സംസാരിക്കുമ്പോൾ ഇന്ന് പകൽ ഇവിടെ കേൾക്കുന്നവരും ഫേസ്ബുക്ക് ലൈവിലായിട്ട് ആരെങ്കിലും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ ആത്മാവ് നടത്തി ഈ വചനത്തിന്റെ മർമ്മങ്ങളെ അവർക്കും വെളിപ്പെടുത്തണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. Like I just prayed, as always, I have a bunch of notes here, bullet points that I always write down, but without the Holy Spirit, those are just merely words. So I'm hoping and praying that God speaks through me. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നോട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരുങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്തെല്ലാം നോട്ടുകൾ തയ്യാറാക്കിയാലും അത് വെറും വാക്കുകൾ മാത്രമാകും. പരിശുദ്ധാത്മാവിൽ കൂടി സംസാരിച്ചാൽ മാത്രമേ ചലനം, സൃഷ്ടിപ്പ്, രൂപാന്തരം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലടിയിൽ പ്രാർത്ഥിക്കുന്നു, പിതാവേ, അടിയിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ഇടയാക്കണമേ. And this month's theme is on repentance, and on Psalm 51. So I just want to start by reading that. ഈ മാസത്തെ നമ്മുടെ ചിന്താ വിഷയം മാനസാന്തരം എന്നൊരു വിഷയമാണല്ലോ. എന്തിനാ വിശുദ്ധ ജീവിതം നയിപ്പാന് നമുക്ക് കല്ലുപോലെ ഹൃദയം വരുമ്പോൾ വചനം വന്നിട്ട് കുറവുകളെ ഉറപ്പപ്പെടുത്തുമ്പോൾ ആ വചനം ഏറ്റെടുത്ത് മാനസാന്തരപ്പെടണം എന്നുള്ള വിഷയത്തുള്ള ബന്ധത്തില് ഈ മാസത്തെ കുരുവാക്യം 51-ാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. And I have it right now here. I guess the main theme of repentance, as repentance is not running from God, but running to God for renewal. പ്രിയമുള്ളവരെ, ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന ഒരു കാര്യമല്ല, ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി അണയുന്ന ഒരു കാര്യമാണ് മാനസാന്തരം. അത് കുറിവാക്യത്തില് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ സ്വന്തം ഹനനയാഗം ഇച്ഛിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ പ്രസാദവുമില്ല. ദൈവത്തിന് ഹനനയാഗങ്ങൾ. തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടി അണയുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. And David wrote Psalm 51 after committing adultery. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും പരിചയമുണ്ട്. എപ്പോഴാണ് ദാവീദ് 51-ാം സങ്കീർത്തനം എഴുതിയത്? ജീവിതത്തിൽ വ്യഭിചാര കുറ്റം ചെയ്ത ശേഷം പിടിക്കപ്പെടുമ്പോൾ അനുതാപത്തോട് എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. And before going into some of the verses, one thing to realize is that repentance shouldn't come from being caught in sin, being caught in adultery, but rather repentance comes from understanding that you broke God's heart. പ്രിയമുള്ളവര്, ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിടിക്കപ്പെട്ടത് കൊണ്ടൊരു മാനസാന്തരം ഉണ്ടാകുന്ന അവസ്ഥയല്ല. വചനം കുറവുകളെ എന്നെയും നിങ്ങളെ ഓർപ്പിക്കും.
സമർപ്പിക്കുമ്പോൾ ആരും നിങ്ങളെ പിടിക്കാതെ തന്നെ തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു അനുഭവമായി തീരട്ടെ മാനസാന്തരം. And we understand that when we begin to look at sin the way God looks at sin. ദൈവം പാപത്തെ നോക്കുന്ന വിധത്തിൽ ഞാനും നിങ്ങളും പാപത്തെ കാണുമ്പോൾ അവൻ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയും. Then let me understand verses 3 and 4. I'll read it really quick. 3-4 വാക്യങ്ങൾ ഇതിൽ നിന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. For I know my transgressions and my sin is always before me. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. Against you only have I sinned and done what is evil in your sight. So you are right in your verdict and justified when you judge. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. And for that I have written down here as it's not just sin isn't just bad behavior, but it's separation from God's presence. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം, പാപം എന്ന് പറയുന്നത് ദുഷിച്ച ഒരു സ്വഭാവമല്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഒരു കാര്യമാണ് പാപം എന്ന് പറയുന്നത്. And then when we repent, so from what I understand from the word repent, it literally means to turn away from and to turn to. And in this case, to turn away from sin and turn to God. മാനസാന്തരത്തെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ജസ്റ്റ് ഒരു ഏറ്റുപറച്ചിലതിനേക്കാൾ ഉപരി തെറ്റിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവൃത്തി, ഒരു ആക്ഷനാണ് മാനസാന്തരം. ഏറ്റുപറയുക മാത്രമല്ല, തിരിഞ്ഞ് അതേ ദിശയിൽ പോകാതെ തിരിഞ്ഞ് ദൈവത്തിലേക്ക്, ദൈവവഴിയിലേക്ക് തിരിയുന്ന ഒരു പ്രവൃത്തിയാണ് മാനസാന്തരം. And the process of repentance, as he said, it says when you confess your sins and you turn away from that sin and turn to God. അവൻ പറഞ്ഞു കേട്ടതുപോലെ നമ്മുടെ തെറ്റുകളെ ദൈവം ഓർപ്പിക്കുമ്പോൾ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നൊരു പ്രക്രിയയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. Because what you hide or what you cover away from God, what you don't show God, God cannot cleanse. But once you confess that, what you have sinned, once you confess that to God, then He can redeem you. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിൽ ഏറ്റുപറച്ചിൽ വലിയൊരു സ്ഥാനമുണ്ട്. തെറ്റുകളെ ഗ്രഹിച്ചിട്ട് ഒന്നും അതുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റുപറയണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറയുന്ന മറ്റൊന്നുമല്ല. ഇത് ഏറ്റുപറയണം. പറയാതിടത്തോളം കാലം നമ്മൾ വായിച്ചു കേട്ടു 32-ാം സംഘത്തിന് അസ്ഥികൾക്ക് ക്ഷയമാ, അത് ക്ഷീണമാ, മജ്ജ പറ്റിപ്പോകുന്നൊരവസ്ഥയാ. എന്നാൽ അത് ഏറ്റുപറയുമ്പോൾ പറ്റുന്നൊരു ഗുണം എന്തുകൊണ്ട്? നിനക്ക് ദോഷമല്ല, ദൈവം അതങ്ങ് ക്ലൻസ് ചെയ്യുന്നത് കൊണ്ട്. നീ ഏറ്റുപറയാത്ത ഒരൊറ്റ പാപങ്ങളും ദൈവത്തിന് തുടച്ചു മായ്ച്ചു കളയാൻ പറ്റുകയില്ല. അപ്പോൾ നിന്റെ ഏറ്റുപറച്ചിൽ വലിയൊരു പ്രാധാന്യതയുണ്ട്. തിരിച്ചറിഞ്ഞിട്ട് അതിന് ഏറ്റുപറയുമ്പോൾ കർത്താവേ, അന്നേരം ആ ലംഘനങ്ങളുടെ കുറ്റം ദൈവം ക്ഷമിച്ചു തരുന്നത്, ദൈവം മായ്ച്ചു കളയുന്നത്. And one thing that I thought of was when Adam and Eve sinned, they were trying to hide from God, whereas David, when he realized the severity of his sin, he repented. He went back to God. പ്രിയമുള്ളവരെ, വചനം നോക്കുമ്പോൾ ഒരു കാര്യം നോക്കണം. ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോൾ ആദമും ഹവ്വയും ദൈവത്തോട് കുറ്റം പറയുന്നില്ല, തെറ്റ് ചെയ്തു പോയി അപ്പനെ എന്ന് പറയുന്നില്ല. അവർ മറച്ച് ഒളിച്ചിരിക്കുക. പരസ്യമായി വന്നു, അനുഭവം ഉണ്ടായി, കുറ്റം ആ തേജസ് പോയതിനും ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഏറ്റുപറയാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ വന്നിട്ട് അവർ ഒളിക്കുക. എന്നിട്ട് അടുത്ത ദൈവം ചോദിക്കും, വീണ്ടും ഡിഫൻസ് ആണ്. കുറ്റക്കാരൻ ദൈവമേ നീയാണെന്നാണ് ആദ്യം ചോദിക്കും. അവൻ അൾട്ടിമേറ്റ്ലി ദൈവത്തോട് അക്യൂസ് ചെയ്യുക. നീ എനിക്ക് കൂട്ടായി തന്ന, അവൾ പറിച്ചു, എനിക്കും തന്നു, അല്ലെ ഞാൻ തെറ്റ് ചെയ്തു. അപ്പൊ അക്നോളജ് ചെയ്യുന്നില്ല. ദാവീദ് നോക്കുമ്പോൾ ആ വചനം വരുമ്പോൾ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ കംപ്ലീറ്റ് അക്സെപ്റ്റൻസ്, അത് ഏറ്റുപറയുന്ന അവസ്ഥ. ഇവിടെ പറയുന്നു, കർത്താവേ, പ്രവാചകനും തലയിൽ കൈവെക്കണ്ട, എന്റെ പാപം എനിക്കറിയാം, എന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു, ഞാനത് കാണുന്നു, ഞാൻ ഏറ്റുപറയുന്നു. നോക്കൂ, അതാണ് വ്യത്യാസം. ആദമും ഹവ്വയും പാപം ഒളിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടെ ദാവീദ് ഏറ്റുപറഞ്ഞ് ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. And to a certain point, that's what surrender is, because you cannot really do anything on your own. You must humble yourself. You must
know what you've done, but the devil will try to stop you with guilt and say you can't go to God. But that's when you should know God's character, God's promise that He's just and that His promise is the same yesterday, today, and tomorrow, and to know that He loves you. Amen. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം ഓർക്കണം. ലംഘനങ്ങൾ, കുറ്റങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പിശാചിന്റെ തന്ത്രം എന്നെ ഓർപ്പിക്കില്ല, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. നീ അത്രയ്ക്ക് വലിയ ഗിൽട്ടാ ചെയ്തത്, എന്തിനാ അവരുടെ ഒക്കെ പോകുന്നത്, എന്റെ കൂടെ നിന്നാ മതി, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിടാതിരിക്കാൻ നോക്കുമ്പോൾ നാം എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവന്റെ അടുക്കൽ ചെന്ന് ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ചാൽ ക്ഷമിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതെന്ന് ബൈബിൾ പറയുന്ന പോലെ, മക്കളോട് കരുണ തോന്നുന്ന പോലെ, അപ്പൻ മക്കളോടുള്ള റിലേഷൻഷിപ്പ് പോലെയാ എനിക്കും അവൻ ദൈവത്തിന് നമ്മുടെ ബന്ധമെന്ന് തിരിച്ചറിഞ്ഞ് അപ്പനെടുക്കുമെന്ന് അപ്പ തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ അവന്റെ സ്നേഹവും കരുതലും കരുണയും അനുഭവിപ്പാൻ കഴിയുമെന്നൊരു ഭക്തൻ എപ്പോഴും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. And what I want to point my direction or your attention to is verse 10 of Psalm 51, because humility, that I see humility in that verse, because what people may try to do, and I've tried to do this before, and that is to fix myself up first before I go to God, or I try to clean myself because the devil says you're guilty, you're sinful, you're not worthy to go to God. So I'll try to figure out everything in my own power to fix my own problems. I'll try to tell myself, okay, I need to do this, this, and that, and then I'll be good enough to go to God because I can go to God now. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം തിരിച്ചറിയണം. മുമ്പ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിട്ടുപോയി. സമർപ്പണം എന്നൊരു കാര്യമാണ്. സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം. കുറ്റം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ, അല്ലെ അറിഞ്ഞു കഴിയുമ്പോൾ, പാപത്തെ കുറിച്ച് ബോധ്യം വന്നു കഴിയുമ്പോൾ ഒരു സമർപ്പണം, കംപ്ലീറ്റ് അവന്റെ കയ്യിലോട്ട് വീഴുന്ന ഒരവസ്ഥ. ദൈവം നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം തിരുത്തി കറക്റ്റാക്കി ക്ലിയറാക്കി ദൈവത്തിനടുക്കാൻ വരാൻ വേണ്ടി പരിശ്രമം, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അവിടെ പോകുന്നതോറും നീ വീണ്ടും മെസ്സായി പിശാച് കുലുക്കി അതിന്റെ തലയിലുള്ള അമ്പാടെ ഭയങ്കര തലയാ പിശാചിന്റെ. കാരണം നീ ഫിക്സ് ചെയ്യുന്നതോട് ഈ മെസ്സായി നീ തലയിടാകും. അതവനറിയാം. ആ ക്ലവർനെസ് നീ വീടല്ല, അതാ കാൽവരിയിൽ തകർത്തത്. ഇവിടെ നിനക്കിവിടെ ഒരു സറണ്ടർ, ഒരു താഴ്മ. പലപ്പോഴും വിചാരിക്കും എന്റെ കൺട്രോളുള്ള കാര്യം എനിക്ക് ഇല്ല. നിന്റെ കൺട്രോളിലല്ല, പാപത്തിന് അധീനനായിരിക്കുമ്പോൾ പോലും അവൻ നീ വീഴാം, പാപം നിന്നെ കീഴടക്കാം, കുറ്റബോധം ഭരിക്കേണ്ട, മറ്റൊരുത്തം വിധിക്കുന്നു നിന്നെ ഭരിക്കേണ്ട. കർത്താവിന്റെ കയ്യിലോട്ട് വിധിയുടെ ശബ്ദം വരുമ്പോൾ അപ്പാ എന്നെ അറിയുന്ന അപ്പനോട് അടുത്ത് വരണം, അപ്പനെ വിശ്വസിക്കണം, അപ്പനെ ട്രസ്റ്റ് ചെയ്യണം. ചുറ്റും നിന്ന് ലോകമല്ല, നീ ഭാവിയാതെ പറഞ്ഞാലും അപ്പൻ ആരാന്നൊരു തിരിച്ചറിവിന്റെ ഉള്ളിൽ അപ്പനെ അള്ളിപ്പിടിക്കണം. നീ ഫിക്സ് ചെയ്യുന്ന നിനക്ക് എപ്പോഴും നീ എല്ലാത്തിനും എങ്ങനെ കൺട്രോൾ വേണമെന്നുള്ള കൊതി. അതാ താഴ്മയില്ലായ്മ. എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യണം, എനിക്കെല്ലാം ഞാൻ പറയുന്ന പോലെ നടക്കണം. ഇല്ലേ പാപം നിന്റെ ഡെഫിനിഷൻ ഞാൻ ഭയങ്കര ക്ലീനായിട്ട് ചെന്നാലേ ദൈവം അങ്ങ് സ്വീകരിച്ചെന്നെ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ. അയ്യോ, അത് നീ കൺട്രോൾ ആക്കാൻ നോക്കാം. അങ്ങനല്ല ദൈവത്തിന്റെ അടുക്ക ചെല്ലേണ്ടത്. സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്കണം. നീ ഒന്നും ചെയ്തിട്ടില്ല, ദൈവത്തോടെ സ്നേഹം, ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. പ്രവൃത്തി കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ട് ദൈവനെ അംഗീകരിക്കണം ഡിമാൻഡോടാണ് നമ്മൾ പലപ്പോഴും ദൈവം. ഞാൻ പ്രാർത്ഥിച്ചില്ലയോ കർത്താവേ, ഞാൻ ഇത് ചെയ്തില്ലയോ കർത്താവേ, ഞാൻ വിശുദ്ധനായി നടന്നില്ലയോ. താഴ്മയില്ലായ്മ. നീ ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ നിന്റെ പ്രവൃത്തി കൊണ്ട് നോക്കുക. അങ്ങനെ ആകല്ലേ. കുറ്റം ദൈവം നിന്നെ ഓർപ്പിക്കുമ്പോൾ, വചനം ഓർപ്പിക്കുമ്പോൾ ഒരു സറണ്ടറിലേക്ക് വരണം. ഒരു കാര്യം തിരിച്ചറിയണം, പാപത്തിൽ പതിച്ച് ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട എനിക്ക് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺട്രോൾ. എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, വിശുദ്ധിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, അയ്യോ പിശാച് ജയിച്ചോണ്ടിരിക്കുക, അവന്റെ തല വർക്ക് ഈസ് ജസ്റ്റ് ഹാവിംഗ് എ ഫൺ ടൈം നിന്നെ നോക്കിയിട്ട്. കാരണം നീ വിശുദ്ധി എനിക്ക് ഇതിനെ പ്രാർത്ഥന അതുകൊണ്ടല്ല ദൈവം നിന്നെ ആക്സെപ്റ്റ് ചെയ്തത്. നീ ഓടിയപ്പനെ താഴ്ത്തുന്നു. ആര് പറയാൻ ബൈബിൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞ ഭൂമിയിലെ ഞങ്ങൾ മൂപ്പറയത്തോട് പറയാ, ആ ചുങ്കക്കാരനെ പോലെ, ചുങ്കക്കാരനെ പോലെ അവരുടെ വീട് കെട്ടിപ്പിടിച്ചിട്ട്
ആരെയാ ദൈവം നീതീകരിച്ചത്? ബൈബിൾ പറയുന്നത് പോലെ അച്ചട്ടായിട്ടെല്ലാം ചെയ്ത ഒരു പരീക്ഷണയാണ്. കാരണം അത് നിഗളം, പ്രൈഡ്. ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യക്തമാണ്, നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നീ ചെയ്യുന്ന അത് പ്രവൃത്തി എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയല്ല, അത് ഓട്ടോമാറ്റിക് നിന്റെ ഫെയ്ത്ത്. ഫെയ്ത്ത് നടക്കുമ്പോൾ സ്നേഹത്തിൽ നിന്ന് വരുന്നൊരു ബൈ പ്രോഡക്റ്റ് അത്. യു ഡു നോട്ട് എഫർട്ട്, നീ പുട്ട് എഫർട്ട് ആകരുത്. നീ സ്നേഹം അത് കൺട്രോൾ ചെയ്യും. അപ്പം ഹംബിൾനെസ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ചെയ്ത് ദൈവത്തിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും. ദൈവത്തിൽ നീ ചെയ്തിട്ട് ഡിമാൻഡ് ചെയ്യുന്നൊന്നല്ല നിന്റെ അനുഗ്രഹം, നിന്റെ പാപക്ഷമ. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പന്റെ അടുക്കൽ വിശ്വാസത്തോട് ചെന്നിട്ട് നമ്മുടെ സ്വഭാവം നല്ലവണ്ണം മനസ്സിലാക്കി പാതപിടിച്ചോട്ട് വീഴുന്നു. അവിടെ എത്ര കുറവുള്ളവനാണെങ്കിലും നീ ഭാവിയിലെ ഗണത്തിൽ സമൂഹമെല്ലാം നിന്നെ പെടുത്തുന്നതിനാണെങ്കിലും നിനക്ക് കരുണയും കൃപയും തന്ന് ആനന്ദത്തോടെ തിരിച്ചയക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പകൽക്കാലം മാനസാന്തരത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവൻ ഞാൻ നിങ്ങൾ തിരിച്ചറിയുന്നത് ആവശ്യമാണ്. താഴ്മയില്ലാത്തടത്ത് ആ വാക്യത്തിൽ ഞാൻ കാണുന്നത് താഴ്മയാണ്. ഇവിടെ പറയാം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. ഞാൻ സൃഷ്ടിക്കുകയല്ലത്, ദൈവമേ നീ സ്ഥിരമായൊരു ആത്മാവിനെ എന്റെ സോൾ. അത് കൺസിസ്റ്റൻസി, വിശ്വാസത്തിൽ കൺസിസ്റ്റൻസി. ഞാൻ ചെയ്തല്ല, യു പുട്ട് ദാറ്റ് സോൾ ഇൻ മീ. ആ ഹൃദയം നീ എന്നിലാക്കി എന്നെ നടത്തണമേ. ആമേൻ. So I'll just read a verse in English one more time. Create in me a pure heart, O God, and renew a steadfast spirit within me. And the next verse also, I think at least I've often overlooked. Do not cast me from your presence, or take your Holy Spirit from me. Amen. And that's David's cry to God. Do not take your Holy Spirit away from me. Amen. Because he understood that that's what guided him. And without the Holy Spirit, he's just merely flesh. Amen. പ്രിയമുള്ളവരെ, ഇവിടെ വായിക്കുമ്പോൾ വീണ്ടും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കുറിച്ച്, നമ്മുടെ സോളിനെ കുറിച്ച് പറയുന്നു. അടുത്ത പറയുന്നു, അവൻ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളല്ലേ. പരിശുദ്ധാത്മാവിനെ അപ്പാ എടുത്തുകളയില്ലേ. കാരണം പരിശുദ്ധാത്മാവില്ലെങ്കിൽ മനസാന്തരമില്ല, രൂപാന്തരമില്ല, മടങ്ങി വരാൻ കഴിയുകയില്ല. സ്വയമായിട്ട് വരുന്നതല്ല. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, അവൻ ഞാൻ പോയി പിതാവിനോട് ചോദിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് അയച്ചത്. അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആ ആത്മാവിനെ എടുത്തു കളഞ്ഞാൽ പിന്നെ കുറ്റബോധമോ മാനസാന്തരമോ രൂപാന്തരമോ എന്നിലോ നിങ്ങളിലും ഉണ്ടാകത്തില്ല. നമ്മൾ ബുദ്ധിയുടെ പ്രമാണത്തിലൂന്നി ഞാനെല്ലാം ചെയ്ത് ശരിയെന്നുള്ള ആ ചിന്തകളിലോട് പരിശുദ്ധാത്മ വരുമ്പോൾ എന്റെ പാപത്തെ വ്യക്തമായി, മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തും. മനം തിരിയുവാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. And one more thing, and Pastor just touched on this, which is pride holding you back from humility. Amen. And this is where, from the gospel, the story of the prodigal son that comes into mind. Amen. പ്രിയ പാസ്റ്റർ ഉന്നത ഭാവത്തെ കുറിച്ച് പ്രസ്താവിപ്പാനിടയായി തീർന്നല്ലോ. മാനസാന്തരത്തുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ബൈബിളിൽ നിന്ന് എനിക്കൊരു വചനഭാഗം എന്റെ മനസ്സിലേക്ക് സ്ഫുരിപ്പാനിടയായി തീർന്നു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഈശോനാഥൻ പഠിപ്പിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മുഖ്യൻ പുത്രന്റെ കഥയെ കുറിച്ച് അവൻ എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി. And from what I understand, the son that left the house of his father wanted to live life on his own terms, live the way that he wanted to, and pride got to him, and he thought everything he needed in life is out of him, and he knows the right thing to do. But in that story, you can see how God humbled him to rock bottom for him to realize that there is a Father that has a kingdom for you, that is waiting for you. And similarly, how I think I just mentioned, the devil tells you because of your guilt you cannot go back to God. And so you try to fix yourself first before you go to him, right. or you try to walk to him with your head low, or try to go around the back door. You're scared of him, and to a certain extent rightfully so, but
our God's character is that his unconditional love is waiting for us, wants us. His arms are always wide open, like in that story of the prodigal son when he went back to the father embraced him with open arms and threw a celebration for his son. പ്രിയമുള്ളവരെ, ആ കഥ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഈശോ പഠിപ്പിച്ചത് ഒത്തിരി മർമ്മങ്ങൾ ആ കഥയിലുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു മകൻ മൂത്ത മകനേക്കാൾ കഴിവും അറിവും ഉള്ളവനാണ്. അപ്പനിലുള്ള അധികാരം അവകാശം അറിഞ്ഞവൻ. അവന്റെ അവകാശം അപ്പന്റെ കയ്യിലായിരുന്നു. അത് അപ്പന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും അവകാശം എന്താണെന്നറിയാമോ? ഭദ്രമാണ്, സുരക്ഷിതമാണ്, നഷ്ടമായി പോകത്തില്ല. പക്ഷെ അവൻ വിചാരിച്ചു എനിക്ക് സാധിക്കും, അപ്പന്റെ കയ്യിലൊന്നും വേണ്ട, അപ്പന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, എന്നെ കൊണ്ട്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ അമേരിക്കയില് അവൻ സ്വന്തം വളർന്നു വരുമ്പോൾ അവർ അല്പം പ്രായമാകുമ്പോൾ ഇനി അപ്പനൊന്നും വേണ്ട, അപ്പനെ അല്ലാതെ എനിക്ക് തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ പോകാനൊക്കെയും വളരെ കഷ്ടത്തിലായിട്ടുണ്ട്. നന്മ പ്രാപിക്കാതെ അവൻ വിചാരിച്ച എല്ലാം എന്നെ കൊണ്ട് സാധിക്കും. പണമാണ് വല്ല, ഐ ക്യാൻ മാനേജ് ഇറ്റ്, ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്, ഐ ക്യാൻ വിൻ, എനിക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ പോയി നിങ്ങൾക്ക് കഥ അറിയാം. അവൻ അമ്പേ ജീവിതത്തിൽ പരാജയപ്പെട്ടു, ഉള്ളതൊക്കെയും നഷ്ടമായി. അവൻ സ്വന്തം അവന്റെ പ്രൈഡെല്ലാം പോയി. അവസാനം അവൻ അന്യനാട്ടില് പന്നിയുടെ ആഹാരം തിന്ന് വല്ലാതെ വലയുമ്പോൾ ശ്രദ്ധിച്ച് അവന് ഉന്നത ഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല എനിക്ക് അപ്പൻ്റെ അടുക്ക പോകാൻ പറ്റില്ല, കറക്റ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ച ഒരു കാലത്തും അപ്പൻ്റെ അടുക്കൽ അവന് പോകാൻ പറ്റത്തില്ല. അവൻ തന്നെ താഴ്ത്തി പറയാ, മോനെന്നൊന്നും എന്നെ കണക്കാക്കണ്ട, വിളിക്കാൻ വേണ്ടിയത വേലക്കാരനായി. അതുകൊണ്ട് ശരീരമെല്ലാം കഴുകി നല്ല ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകാൻ ഒരു കാലത്ത് അപ്പൻ്റെ അടുക്ക അവൻ ചെല്ലത്തില്ല. കുളിക്കാനുള്ള അവസരം അവനില്ല. ഒരിക്കലും ക്ലീനായിട്ട് അപ്പൻ്റെ അടുക്ക പോകാൻ പറ്റത്തില്ല. അവൻ തീരുമാനിച്ചു ഞാൻ പോവാ. കാരണം എന്റെ അപ്പന്റെ വീട്ടിൽ ഉള്ള അപ്പന്റെ രാജ്യത്തെ അവൻ കണ്ടു. അപ്പന്റെ രാജ്യത്തിൽ ആനന്ദിക്കുന്നവരെ കണ്ടു. വേലക്കാർ പോലും മക്കളെക്കാൾ ഉന്നത ഇപ്പോഴവന്റെ അവസ്ഥകളെക്കാൾ ആനന്ദിക്കുന്ന ആത്മാവിനെ കണ്ണിൽ കണ്ടു പറയുക, അവൻ ഞാൻ പോകും. അവൻ അപ്പനോട് പറയത്തില്ല മോനെ എടുക്കാനപ്പ വേണ്ട, ഒരു വേലക്കാരന്റെ സ്ഥാനം തന്നു, ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. പക്ഷെ എന്നാൽ വേലക്കാരനാണെങ്കിൽ പോലും അതിന്റെ ആനന്ദം വ്യത്യസ്തമാണെന്നുള്ള ചിന്തയിൽ അവനെ താഴ്ത്തി അവൻ കടന്നു പോകാൻ പോകുന്ന അവസ്ഥ നോക്കുമ്പോൾ മാനസാന്തരത്തിൽ ഒരു അവസ്ഥ കാണാം. താഴ്മയില്ലാത്തവൻ ഒരിക്കലും മടങ്ങി വരാൻ അപ്പനെടുക്ക വരാൻ കിട്ടുകയല്ല. അവനെ തന്നെ താഴ്ത്തി അവൻ തന്നെ ഹംബിൾ ചെയ്തപ്പോൾ അവൻ അതിനെ പറയുന്നത് സെൻസസിലേക്ക് വന്നപ്പോൾ അവൻ കുഞ്ഞെ പിതാവേ മാതാവേ അവൻ സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കും അവൻ സ്വന്തം എല്ലാ കാര്യവും നിന്റെ ചിന്തയിൽ ഓടും, അത് ഭംഗിയാകും. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ വഴി അവന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ? മരണ വഴികളാകും. അവിടെ ദൈവം ചിലപ്പോൾ നിന്നെ അനുവദിക്കുന്നതായിരിക്കാം നിന്നെ ഹംബിൾ ചെയ്യാൻ ഇന്ന് പൽക്കാലം. അതുകൊണ്ട് അവൻ ചെറുപ്പക്കാരൻ ഹംബിൾ ചെയ്ത് മുടിയൽപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പന്റെ വീട്ടിൽ അവനുണ്ടായ എതിരേൽപ്പിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. വചനം വായിച്ചറിയുവാനായി സാധിക്കും. And on top of just forgiveness, we repent so that you're forgiven. But on top of forgiveness, what repentance does is it transforms you. Again, going back to verse 10, renew a steadfast spirit within me. And I know that's directly correlated to Romans 12:2. 51 അധ്യായം സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പറയുമ്പോൾ അതേ വചനം റോമാലേഖനത്തില് നമ്മൾ വായിക്കുമ്പോൾ അവൻ അതിനോട് ഒരു പ്രതിഫലനം നമുക്ക് കാണാനായി സാധിക്കും. റോമൻസ് ചാപ്റ്റർ 12:2. അവൻ 12-ാം അധ്യായം റോമാലേഖനം എടുക്കാം. 12-ാം അധ്യായം അതിന്റെ അവൻ ആദ്യ വാക്യം മുതൽ വായിക്കും. 2-ാമത്തെ വാക്യം പ്രധാനമായിട്ടും അവൻ സ്വന്തം Do not conform to the pattern of this world. Amen. And in this part of the verse is what directly correlates to 51 verse 10. But be transformed by the renewing of your mind. Amen. അവിടെ 10-ാമത്തെ വാക്യത്തോട് അനുരൂപമായി വരുന്നൊരു വാക്യമാണ്. അവൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതൽ അപ്പോഴത്തോളം ഇതെല്ലാം വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ്, രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. ഒന്നാമതോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. അതിൽ വരുന്നതാണ് അവൻ രൂപാന്തരം, മാനസാന്തരം. എന്താണത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും
പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനൊരു രൂപാന്തരം, മനസ്സിനൊരു ട്രാൻസ്ഫോർമേഷൻ. പ്രസാദം ചെയ്യുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. And going back to the prodigal son story, when the son ran back to the father, he was forgiven. The father embraced him. But if it's not true repentance, if he doesn't transform, what is it going to take for him to do the same thing again? For pride to catch up. And even in that story, you can see the older brother that is jealous of the fact that the father is embracing the son that ran away. Pride is always there, always around us, within the people among us. And no matter how great of a man of God you are, pride is the one that comes to get everyone. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. ഉന്നത ഭാവമുണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുക, ആ ചെറുപ്പക്കാരനായ മുടിയൻപുത്രൻ തിരിച്ചു പോകുമ്പോഴും അവന്റെ ഹൃദയം ശുദ്ധമല്ലായിരുന്നുവെങ്കിൽ, രൂപാന്തരം ഹൃദയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എന്തുവായിരുന്നു അവസ്ഥ? അവൻ സ്വീകരിച്ചു, അങ്ങനെ അംഗീകരിച്ചു, പക്ഷെ വീണ്ടും അവന്റെ അവസ്ഥ വീണ്ടും മടങ്ങി പഴയതിനേക്കാൾ വേഴ്സ്റ്റ് ആകത്തില്ലായിരുന്നു. ഹൃദയത്തിന് രൂപാന്തരം വരണം, മാനസാന്തരം നിലനിൽക്കുവാൻ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാകണം. നോക്കൂ, അതിനെ സമ്മതിക്കാത്ത കാര്യമാണ് നമ്മളുടെ നിഗളം. നിങ്ങൾ നോക്കിയാല് അവിടെ ജ്യേഷ്ഠ സഹോദരൻ അപ്പനെ പ്രസാദിപ്പിച്ചവൻ വരുമ്പോൾ അവന് അകത്തോട്ട് കയറാൻ പോലും കഴിയുന്നില്ല. കാരണം അവനിലെ പ്രൈഡ്. ഞാൻ നന്നായി ജീവിച്ചു, അവൻ മോശമായി ജീവിച്ചു, അവനെ അംഗീകരിച്ചു. അതല്ലേ അത് അവിടെ അവന്റെ ഉന്നത ഭാവമല്ലേ അവനെ അകത്തേക്ക് കയറാതിരുന്നത്. എന്നിട്ട് ഇത്രയും നന്നായിട്ട് ഞാൻ ജീവിച്ചിട്ടും നമ്മൾ പലപ്പോഴും ആ മൂത്ത പുത്രനെ പോലെയാണ് ദൈവത്തിൽ നന്മകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പ ഞാൻ ഇങ്ങനെ ചെയ്തു, നിനക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് നീ എനിക്ക് തന്നില്ല, അതാ പരാതി. അങ്ങനെ ആകല്ലേ, ഡിമാൻഡിങ് ആകല്ലേ. നീ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അഹന്ത ഉണ്ടായതുകൊണ്ട് അവൻ അകത്തേക്ക് കയറാം. ഇന്നത്തെ പകൽക്കാലം ഒരു കാര്യം, എത്ര വലിയ ദൈവദാസനാണെങ്കിലും, എത്ര വലിയ നന്നായി ദൈവത്തോടൊപ്പം നടക്കുന്ന വ്യക്തിയാണെങ്കിലും, നിന്റെ ഉള്ളിൽ അഹന്ത വന്നാൽ അവൻ സ്വന്തം ഒരിക്കലും ദൈവസന്നിധിയിലോട്ടോ അപ്പന്റെ അടുക്കലോട്ടോ അപ്പന്റെ സന്തോഷത്തിലോട്ടോ മടങ്ങി വരാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് പകല് അത്യന്താപേക്ഷിതമായി വേണ്ട കാര്യമാണ് മനസാന്തരം. അഹങ്കാരം വിട്ടുകളഞ്ഞ് ദൈവത്തോട് മടങ്ങി വരുന്ന അവസ്ഥകൾ പ്രിയമുള്ളവരെ നമുക്ക് അത്യന്താപേക്ഷം. And that the transformation of the heart, like Pastor said, changes the desires of your heart, the attitude that you hold, and the lifestyle that you live by. പ്രിയമുള്ളവരെ, ഹൃദയത്തിലെ ആ മാനസാന്തരം, ആ രൂപാന്തരം ഇല്ലെങ്കിൽ അഹന്ത അകന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ദൈവവഴികൾ നടക്കത്തക്കവണ്ണം, പ്രിയ പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിന്റെ വിശുദ്ധിയോട് അനുരൂപമായി രൂപാന്തരപ്പെടത്തക്കവണ്ണം നമ്മെ സമ്പൂർണമായി രൂപാന്തരപ്പെടുത്തുവാനിടയായി. And before I close out, and I know you are already went through the psalm, and this point that we make all the time, but to me, I think at least this is what I often overlook. And again, correlating this back to the story of the prodigal son, I wanted to relate verses 16 and 17 from Psalm 51. 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് 16-17 വാക്യങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തില് അതിനെ ഓവർലുക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ 16-17 വാക്യങ്ങൾ മുമ്പ് നമ്മൾ വായിച്ചതാണെങ്കിലും അവൻ ചിന്തിച്ചാണെങ്കിലും ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 51-ാം സങ്കീർത്തനത്തിന്റെ 16-17 വാക്യങ്ങൾ. You do not delight in sacrifice, or I would bring it. You do not take pleasure in burnt offerings. Amen. In 17. Amen. My sacrifice, O God, is a broken heart, a broken and contrite heart. You, God, will not despise. ഹനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന് ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിന്ന് രസിക്കുകയില്ല. God's not looking for a good performer, a good Christian that gets an A grade on being a Christian, but what God values is humility, is the posture of your heart. And what I wanted to correlate to the prodigal son is that if he fixed himself up, let's just say on his own, he went and got a job, got good clothes, and fixed up his life, and then he went back to the father. Hey, I know I messed up, and this is what I did. Now can you give me back in the mansion, please? Because I'm tired of this life and whatnot. Whereas
what he did, what actually happened in that story is that out of the humility that he had, out of the broken heart that he had, he went to the Father. He ran to the Father. Amen. And that's what matters to God, is the posture of your heart and that which you bring to him, which is your contrite and broken heart. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം അറിയണം പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മുടെ ദിവസത്തിൽ കടന്നു വരുന്ന ചെക്ക് ലിസ്റ്റ് ഫിൽ ചെയ്തോണ്ട് ചെക്ക് ലിസ്റ്റ് ഇത് ചെക്ക്, അത് ജനിച്ചത് ചെക്ക്, പ്രാർത്ഥിച്ചു ചെക്ക്, സാക്ഷ്യം പറഞ്ഞു ചെക്ക്, സുശേഷം പറഞ്ഞു ചെക്ക്. ആ ചെക്ക് ലിസ്റ്റോട് അന്യാഗം നീ ഇച്ഛിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുവാൻ വചനം, നയപ്രമാണം, ഉപദേശം, ചട്ടങ്ങളിൽ പെട്ടതാണ് അനന്യാഗം. അവൻ ഹോമയാഗത്തിൽ നിനക്ക് ഹോമയാഗം കഴിക്കണം, ദൈവത്തിന്റെ കൽപ്പനയാണ്. അവൻ ലേവ്യന്മാർക്ക് കൊടുത്ത ഉപദേശമാണ് ചെക്ക് ലിസ്റ്റുകൾ. കാരണം ഇതാണ് അവരുടെ പാപങ്ങളെ അകറ്റിക്കളയുന്നത്. ചെക്ക് ലിസ്റ്റ്. നമ്മുടെ വിചാരത്തിലൊക്കെ ആ യാഗം കഴിപ്പിച്ചാലല്ല പാപം മാറി, ആ യാഗം എനിക്ക് ദൈവത്തിന്റെ അധികാരത്തോടെ ചെല്ലാം. എന്നാൽ ഹംബിൾനെസ്, ഹ്യൂമിലിറ്റിയിലോട്ട് കർത്താവെ അവൻ സ്വന്തം ചെയ്യുന്നു, തകർന്നു മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തോട്. ആ മുടിയപുത്രനെ നിങ്ങൾ നോക്കുക, അവന് അപ്പന്റെ അടുക്ക വരാനായിട്ടൊക്കെ ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റത്തില്ല, അപ്പനൊരു സ്റ്റാറ്റസ് ഉണ്ട്, വിലയുണ്ട്. അവിടെ അപ്പന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാകണമെന്ന് പറഞ്ഞ് അവൻ ആഹാരം വാങ്ങാൻ പൈസ ഇല്ല, പിന്നെ എങ്ങനെ അവൻ ഡ്രസ്സ് വാങ്ങുന്നത്? അവൻ ആഹാരം തന്നെ പൈസ, സോപ്പ് വാങ്ങി കുളിക്കാൻ ഒരു സ്വന്തം ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല, പന്നിയായിട്ട് കുസ്തി ഇടുക. പിന്നെ എവിടെ ഏത് മോട്ടലിൽ പോയി കുളിക്കാനാ, ഏത് ബാത്റൂമിൽ പോയി കുളിക്കാനാ? അവന് ഞാൻ കുളിച്ചിട്ട് കർത്താവിന്റെ ചെല്ലാം, അല്ലെ അപ്പന്റെ ചെല്ലാൻ ഒരു കാലത്തും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുവാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞു, മാറുന്നവനാ ഞാൻ, പൊളിഞ്ഞവൻ അപ്പൻ്റെ അടുത്ത് പൊളിച്ചല്ല, പക്ഷെ അകത്തോട് കേറ്റുന്ന പോലും വരത്തില്ല. പക്ഷേ ഞാൻ പോവാ എപ്പോഴെടുക്കാൻ പോകുമ്പോ ഒരു പക്ഷെ വേലക്കാരെടുപ്പിക്കത്തില്ലായിരിക്കും. കാരണം ഇവനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഷാഗി കോച്ചും ശേലം വളർത്തി ഭ്രാന്തനെ പോലെ വരുന്ന ഒരു ബിബിൾസ രൂപത്തെ കാണുമ്പോൾ വീട്ടിലോട്ടോ വേലക്കാർ പോലും അടുപ്പിക്കത്ത ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. പറഞ്ഞു എങ്ങനെയാണെങ്കിലും അവൻ അപ്പന്റെ സ്നേഹത്തെ സംശയിച്ചില്ല, അപ്പനെ അവൻ സംശയിച്ചില്ല. അപ്പന്റെ വീട്ടിൽ പോയി പറയുന്നവൻ നന്നയം അവനെ താഴ്ത്തി. വേലക്കാർ ഉപദ്രവിക്കുന്നു ചിന്തിച്ചില്ല, ചേട്ടൻ ദേഷ്യപ്പെടുന്ന ചിന്തിച്ചില്ല. അവൻ വരാൻ തീരുമാനിച്ച് അവൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം സംഭവിച്ചത്. അപ്പൻ ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുമോ തിരിച്ചു വരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തെ വിട്ട് ഞാൻ നിങ്ങൾ അകലുമ്പോൾ ദൈവം പോകട്ടെ, പോകുന്ന വഴിക്ക് അവന് പാര വരട്ടെ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല. നീ മടങ്ങി വരുന്നുണ്ടോ? ഇന്ന് മടങ്ങി വരും, നാളെ മടങ്ങി വരും. ദൂരത്തേക്ക് കണ്ണം നട്ട് നോക്കിയിരിക്കും. അപ്പൊ നിന്നിടക്ക് വരുന്നില്ലായിരിക്കാം, പക്ഷെ അപ്പൻ അങ്ങനെ വരാൻ പറ്റില്ല. അവൻ നീ മടങ്ങി വരാൻ, നീ മനസ്സാന്തരപ്പെട്ട് റിപ്പന്റ് ചെയ്ത് മടങ്ങി വരാൻ നോക്കിയിരിക്കുക. എല്ലാ ദിവസവും നോക്കുന്ന അപ്പൻ ദൂരേക്ക് നോക്കുമ്പോൾ ഒരു രൂപം അവന്റെ നടപ്പ് സൂക്ഷിച്ചു നോക്കിവിടാം. മുന്റെ ഓടി കണ്ടാൽ തിരിച്ചറിയത്തില്ല, പ്രാർത്ഥന പോലിരിക്കുമെങ്കിലും അപ്പന്റെ ഉള്ളപ്പിള്ളി അപ്പന്റെ അടുക്കലേക്ക് അവൻ ഓടുകല്ല. അപ്പൻ അവിടുന്ന് ഒരു ഒറ്റ ഓടും ഇടക്കിലേക്ക് നാറുന്നവന്റെ തോളിലുണ്ട്. പിന്നെ അവനെ ഉമ്മ കൊടുക്കുക. വിശുദ്ധ പ്രകടന മനഗതൽ കലറകസിയ അപ്പന്റെ സ്നേഹം. പ്രിയമുള്ളവരെ, മാനസാന്തരം നിനക്ക് വരുത്തുന്ന അനുഗ്രഹം ശ്രദ്ധിക്കണം. അപ്പന്റെ സ്നേഹം നിന്നെ പൊരിച്ചറിയാതിരിക്കാൻ മാനസാന്തരം തരാതെ ഹൃദയകാഠിന്യത്തിൽ നിന്നെ പിശാച് പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ചെക്ക് ലിസ്റ്റുകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് മാനസാന്തരപ്പെടാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിഞ്ഞുന്ന പകൽക്കാലം ഹംബിൾനെസ്സോടുകൂടി, താഴ്മയോടുകൂടി, സമർപ്പണത്തോടുകൂടി നിന്നെ കൊണ്ട് മടങ്ങി വരാൻ കഴിയുമോ? അവൻ സ്വന്തം ചെയ്യുന്നു. തകർന്നും മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ചെയ്യത്തില്ല, നിരസിക്കുന്നില്ല. There's a song that I listen to that I sing along with the worship with every time I find myself far from God, and it's called Light and Fire by David Leonard. And every time I sing that song, there's a verse in there that's directly from this chapter, verse 12. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ ദൈവത്തിൽ ഞാൻ വളരെ അകലെയാണെന്ന് എന്റെ ഉള്ളിൽ തോന്നലുണ്ടാകുമ്പോൾ ഞാൻ ചേർന്ന് പാടാനുള്ള ഒരു ഗാനമുണ്ട്. അമേസ്തോത്രം ചെയ്യുന്നു നാടെന്ന് പറഞ്ഞ ഭക്തനെഴുതിയ ഒരു ഗാനം. അത് പാടുമ്പോൾ അതിലൊരു വാക്യം ഈ വചനത്തിൽ പറയുന്ന പോലെയാണ്. 12ാമത്തെ വാക്യം പറയുന്നത് പോലെ, Restore to me the joy of your salvation and grant me a willing spirit to sustain me. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. I think this is the most important thing about repentance. Is the joy of His salvation that is restored to us. That is what we seek, that is what we pursue, and that is what we ran away from without even knowing. The free gift of salvation that we have from Christ Jesus. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിരിച്ചു വരുമ്പോൾ കിട്ടേണ്ട ഒരു കാര്യം രക്ഷയുടെ സന്തോഷം. ആ രക്ഷയുടെ സന്തോഷം
അതാണ് നാം പലപ്പോഴും പാപം ചെയ്യുമ്പോൾ കളഞ്ഞ് കുളിക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. നിന്റെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദൈവത്തിനടുക്കലേക്ക് മനം തിരിഞ്ഞു വരുമ്പോൾ ദൈവം തരുന്ന ഒരു കാര്യമാണ്. അത് തന്നെ 32-ാം സംഘത്തിൽ വായിച്ചു. അവൻ ഘോഷിച്ചുല്ലസിപ്പിൻ, സന്തോഷിക്കുവിൻ. അവസാനം വരികയാ, അവൻ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വീഴ്ച വരുന്നവൻ ഉണ്ടാകുന്ന അത്ഭുത ഘടകമാ ആനന്ദം, ഏറ്റുപറച്ചിൽ, സന്തോഷം, രക്ഷയുടെ സന്തോഷം. പലപ്പോഴും ഞാൻ നിങ്ങൾ ദൈവത്തെ വിട്ടു മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ഘടകമാണ് രക്ഷയുടെ സന്തോഷം. And so no matter what, no matter how many times we fall, and the word says a righteous man may fall 7 times and rise again. No matter how many times we fall, get back up and pursue him and run back to him. Repent, turn away from your sin and turn to God. And every time you turn away from sin and turn to God, there's a transformation that happens within you. As long as you're genuine, and they're exponentially over time, from where you started to where you are, it's a completely different person. The posture of our heart is completely different. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. ഒരു വേള നീ പലവട്ടം വീണ് കാണും. ബൈബിൾ വാക്യമുണ്ട്, നീതിമാൻ 7 വട്ടം വീണാലും അവൻ എഴുന്നേൽക്കും. അവൻ സ്വന്തം ചെയ്യുന്നു. നീ എഴുന്നേൽക്കണം, റിപ്പന്റ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം, ഹല്ലേലൂയ, നിന്റെ ഉള്ളത്തിൽ ആത്മാവിൽ കപടം ഉണ്ടാകരുത്. നീ ഏറ്റുപറയുമ്പോൾ അത് റിയൽ ആയിരിക്കണം. ശത്രു നിന്നെ കുടുക്കാം, നിന്നെ തള്ളിയിടാം. ഒരുപക്ഷെ നിന്റെ ജഡത്തിന്റെ ബലഹീനതയിൽ നിന്നെ വലിച്ചു താഴെയിടാം. പക്ഷെ നീ മാനസാന്തരപ്പെടുമ്പോൾ ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ പറഞ്ഞേക്കാം, അവൻ വക്രതയുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുന്നത് ഒരിക്കലും ഏറ്റെടുക്കത്തില്ല. ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യനെന്നാ നമ്മൾ കണ്ടത്. ഭാഗ്യവാൻ, ഏറ്റുപറഞ്ഞു, ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചെടുത്തത്. ആത്മാവിൽ കപടമില്ലാത്തവൻ. കപടത്തോട് വന്നാൽ ദൈവം തിരിച്ചറിയും, അത് നിനക്ക് നന്മയാകത്തില്ല. എന്നാൽ കപടമില്ലാതെ സിൻസിയറായിട്ട് ഏറ്റു പറയുമ്പോൾ 7 വട്ടം നീ വീണാലും അവൻ എഴുന്നേറ്റ് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. അവൻ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം. അവൻ നിന്നെ മാറോട് അണയ്ക്കുന്ന ദൈവം. നീ നിലവിളിക്കുമ്പോൾ വ്യസന്ത മാർഗമുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തുക മാത്രമല്ല, സ്ഥിരമായ ആത്മാവനെന്നിൽ പുതുക്കി അവന്റെ വഴികൾ നടത്തുവാൻ നിനക്ക് താങ്ങ് തരുന്ന, തുണ തരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്നത്. And looking back at David, even after this grave sin that he committed, he is regarded as a man according to the soul, a man after God's heart, a man. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എത്ര വലിയ കൊടിയ പാപം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ 10 പാപങ്ങൾ ഒരുപോലെ ചെയ്യുക അവസ്ഥ. If you define it, looking back to it, yes, completely failure. പക്ഷെ അവൻ ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുക്കുക മാത്രമല്ല, ദൈവം പറയായി വായിച്ച ഒരേവന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇംപോസിബിൾ ഫോർ us to forgive. പക്ഷെ ദൈവം പറയാൻ, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ ദാസനായ ലോകമെല്ലാം നീതിയുള്ള അഹീതോഫന്മാരെല്ലാം കഠിനൻ, വക്രൻ, ഹോരപുത്രന്മാർ ഉൾപ്പെടെ പാടുമ്പോൾ ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നി എന്ന് പറഞ്ഞ് വിധിക്കുമ്പോൾ ചുറ്റുപാടും ആത്മീയതെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഒറ്റപ്പെടുത്തി കുറവുകളെ കണ്ട് പരിഹസിക്കുമ്പോൾ, ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുമ്പോൾ ചേർക്കുക മാത്രമല്ല, പറയ സർട്ടിഫൈ ചെയ്യുക. ഈസ് എ മാൻ അക്കോർഡിംഗ് ടു മൈ ഹാർട്ട്. താഴ്മയോട് ദൈവസന്ധിയിൽ മാനസാന്തരത്തോട് അടുത്ത് വരുന്ന ഏതൊരുവനെയും ചേർത്ത് നിർത്തുന്ന വക്രനെ സഹായിക്കുന്ന ഒരു ദൈവം നല്ലത്. അവന്റെ കുറ്റങ്ങളെ പണിഷ്മെന്റുകൾ കൊടുത്തു, പക്ഷെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് വീണ അവന്റെ കൈ വീണോട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ തള്ളിക്കളയാത്ത വിധം. ഇതാ പിശാചിന്റെ തല നിന്നെ ദൈവത്തോട് അടുപ്പിക്കാതിരിക്കാൻ നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നമുക്കുള്ള പ്രത്യേകത ദാവീദിനേക്കാൾ വലിയ പ്രത്യേകതയോ, പുത്രൻ മരിച്ചു, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വന്നു കഴിഞ്ഞു. ഇതുവരെ ചെയ്തു ഇനി ചെയ്യാൻ പോകുന്ന സകലത്തിന് പരിഹാരം വന്നു കഴിഞ്ഞു. അത് പരിഹാരം വന്നു കഴിഞ്ഞു. ഇനി ഹനനയാകാൻ അന്വേഷിച്ച് ഓടണ്ട, ഹോമയാകും പാപയാകും ഒന്നും ചെയ്തു അക്കംപ്ലിഷ് പറയുമ്പോൾ നീ തിരിച്ചറിഞ്ഞ് നിന്നെ തന്നെ താഴ്ത്തി പാപങ്ങളേറ്റ് പറഞ്ഞു വീഴ്ചയുടെ അടുക്കിലേക്ക് വന്ന് നിന്നെ വിളിക്കുമ്പോൾ നിന്നെ തള്ളിക്കളയാത്തൊരു സ്നേഹം. ഇതാ തിരിച്ചറിയാൻ ഒത്തിരി പേര് ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഒരിക്കലും നിങ്ങളുടെ അഹങ്കാരത്തിൽ ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് ദൈവത്തിനൊക്കെ വന്നാൽ നീ ഒരു കാലത്തും അനുഗ്രഹിക്കപ്പെടത്തില്ല. അവൻ സ്വന്തം നീതീകരണം പ്രാപിക്കാതെ നീ പോകുമ്പോൾ അവൻ ഇന്ന് പകല് സമർപ്പണത്തോടെ ചുങ്കക്കാരനെ പോലെ തകർന്നു നോങ്ങിയ ഹൃദയത്തോട് മാനസാന്തരത്തോടെ ഏറ്റുപറച്ചതോട് നിന്റെ ചെക്ക് ലിസ്റ്റോ നിന്റെ അഹങ്കാരമോ നിങ്ങളോ കൊണ്ടല്ല, നീ ചെയ്തു എന്നുള്ളൊരു പ്രവൃത്തിയല്ല. കർത്താവേ, നീ മാത്രം എന്റെ പ്രവൃത്തിയൊക്കെ കലവറുടെ തുണി പോലെ എന്ന് പറഞ്ഞ് അംഗീകരിച്ചു ഓടി വരുമ്പോൾ
നിന്നെ മാറോട് ചേർത്തി പുത്രന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി വെണ്മയാക്കി പിശാചിനോട് തുത്തങ്ങപ്പത്തും നിന്നെ വിരല് ചൂണ്ടി പാപം കാണിക്കാൻ, വസ്ത്രത്തിൽ അശുദ്ധി കാണിക്കാൻ യോശുവയുടെ തൊട്ട് വലതുഭാഗത്ത് പിശാചി നിൽക്കുമ്പോൾ അവൻ ദൈവം പറഞ്ഞതുപോലെ അവൻ സ്വന്തം യഹോവ നിന്നെ ഭരിക്കുന്നവൻ അവനെ അകറ്റിക്കളഞ്ഞിട്ട് തെറ്റുകളൊന്നും കാണാതെ അവന്റെ വസ്ത്രം നീക്കി അവനെ പുതുവസ്ത്രം ധരിപ്പിക്കുന്ന യഹോവയാം ദൈവത്തെ പോലെ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞു വന്നാൽ എന്റെ ജീവിതത്തെ ക്ലീൻ സ്ലേറ്റ് ആക്കുന്ന, രക്താംബരം പോലെ കടിച്ചുമായിരിക്കുന്ന പാപത്തെ ഇനിയെ പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മധ്യയുണ്ട്. And with that, the theme of the month for us is to perfect holiness, repent. And I know that we don't repent so that we just expose ourselves for our shame from what we committed, but it's also and mainly repent so that we are restored in God. പ്രിയമുള്ളവരൊരു കാര്യം പലപ്പോഴും പല മനുഷ്യരും തെറ്റിദ്ധരിക്കും. നിങ്ങൾ സങ്കീർത്തനം 32 നിങ്ങൾ വായിക്കുമ്പോൾ ആരോട് പാപം ഏറ്റു പറഞ്ഞു എന്നാ പറയുന്നത്? നിങ്ങൾ ആ സങ്കീർത്തനം 32 ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയും ആരോട് ഏറ്റു പറഞ്ഞു. അവൻ ദൈവത്തോട്. അവൻ സ്വന്തം സഭയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മധ്യയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിന്റെ പാപം തടസ്സമായി തീരാതിരിക്കുന്നത്. കാരണം പിശാച് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പോയിക്കുന്ന രോഗിയുടെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി, പക്ഷെ നിന്റെ പാപത്തെ പിടിച്ച് ആ രോഗിക്ക് തടസ്സം വരാതിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. എന്നാൽ സ്ത്രീഹന്മാര് പഠിപ്പിക്കുമ്പോൾ, സഭയുള്ള മറ്റൊരു ഉപദേശത്തിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ നല്ലൊരു പ്രവണതയത് അക്കൗണ്ടബിലിറ്റി, പാർട്ണർഷിപ്പ് ഏറ്റു പറയുന്ന. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരോട് പറഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയല്ല. അത് ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്വന്തം ചെയ്യുന്നു. ചെക്ക് ലിസ്റ്റ് അല്ല, ദൈവമായിട്ടാണ് നിനക്ക് ബന്ധം. അപ്പം നിന്റെ ദൈവമാണ്. അത് കൂടുതലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പാപം ചെയ്ത് പാവമാണ്. ആരോട് ഏറ്റു പറഞ്ഞത്? ദൈവത്തോടാണ് നിലനിൽക്കുന്നത്. ഹാവ് ഗുഡ് കോൺഷ്യൻസ് വിത്ത് ഗോഡ്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, 30-ാം സംഗീതം ക്ലിയർ ആയിട്ട് പറയുന്നു, യഹോവയോട് പറയും എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരനോട് പറയുമെന്നല്ല പറഞ്ഞത്, പുരോഹിതനോട് പോയി പറയുമെന്നല്ല പറഞ്ഞത്. ഞാൻ യഹോവയോട് എന്ത് ചെയ്യും? പറയും. എന്നാൽ മാത്രമേ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടത്തുള്ളൂ. അവൻ കീ അവിടെയാണ്. പക്ഷേ നല്ലൊരു ടെൻഡൻസിയാണ്, അവൻ നല്ലൊരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി. കാരണം അത് നമ്മെ സഹായിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. പക്ഷെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവൻ അകൃത്യം കരുതിയാൽ യഹോവ എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. നീ പോയി പ്രാർത്ഥിക്കുന്ന രോഗിക്ക് നന്മയ്ക്ക് പകരം ദോഷമായി വരാൻ ഇടയാകരുത്. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഇതിനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രവൃത്തിയുള്ള ബന്ധത്തിൽ അവൻ യാക്കോബ അപ്പോസ്തലൻ പറയുമ്പോൾ ഉപദേശിക്കുന്ന ഉപദേശമാണ് ആ ഭാഗം. ശ്രദ്ധിച്ചോണം. പ്രവൃത്തികൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ഭക്തനായിരുന്നു യാക്കോബ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യക്തമെന്ന് പഠിപ്പിക്കുന്നില്ല അവൻ അപ്പോസ്തലനാണ് യാക്കോബ്. അതുകൊണ്ട് പറയുമ്പോൾ ഞാൻ പറയുക, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പരസ്പരം പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നാൽ ഇവിടെ പറയുമ്പോൾ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ ഭാഗ്യം പറയുമ്പോൾ ഞാൻ എന്റെ ലംഘനങ്ങളെ അവനോടിട്ട് പറയും അല്ലേ? ദൈവത്തോട് നിങ്ങൾ നോക്കണം. അത് തന്നെയാണ് വചനം. ഇന്ന് പകൽക്കാലം ദൈവമായിട്ട കാര്യം പോകുമ്പോൾ ഒരു അപ്പോസ്തലന്റെ മുമ്പിൽ പോയിട്ട് അവിടെ അല്ല നിന്റെ കാര്യം, അപ്പോസ്തലനല്ല നിന്റെ കാര്യം നടത്തുന്നത്, ദൈവവുമായിട്ട കാര്യം. ആ കർത്താവിന്റെ സിംഹാസനത്തിന് ഭാഗം നിൽക്കുമ്പോൾ അപ്പോസ്തലന്മാരോടോ നമ്മുടെ പാസ്റ്റർമാരോടോ ഒന്നുമല്ല അക്കൗണ്ടബിലിറ്റി, ദൈവത്തോട്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിന് ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ പറയേണ്ടത് അവനോട്, വേറെ ആരോടും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ അക്നോളജ് ചെയ്യേണ്ടത് ദൈവത്തോട്. അവൻ സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർക്കണം, അവൻ ലംഘനങ്ങൾ ഏറ്റു പറയുമ്പോൾ കരുണ ചെയ്യുന്ന ഒരു ദൈവം. ആരോട്? ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ. അവൻ ഏറ്റു പറയുന്ന വെച്ചുകൊണ്ട് അവൻ സ്വന്തം നിന്നെ പരസ്യ കോലമാക്കി പോയി അവൻ സ്വന്തം ചെയ്യുന്ന എല്ലാവരും കാണുക, നിന്റെ വിഴുപ്പ് വിളിച്ചു പറയുക എന്നുള്ളതല്ല എന്റെ അർത്ഥമാകുന്നത്. ശുഭഫലകൾ നിനക്ക് ആ കുറ്റത്തെ കുറിച്ച് അവൻ ദാവീദ് ഓടിപ്പോയിട്ട് തെച്ചുപടി ചെയ്തതെല്ലാം വിളിച്ചു പറഞ്ഞു നമ്മളെ കാണുന്നില്ല. അത് കേട്ടാൽ ദേശം അറിഞ്ഞാൽ അത് അനർത്ഥമാണ്. ഭരണവർഷങ്ങൾ വചനം തിരിച്ചറിയുന്നത് പ്രസംഗിക്കുന്നു, എന്നിട്ട് പോലും ഇത് ഉള്ളതുപോലെ പ്രസംഗിച്ചിട്ട് വിശ്വാസികൾ കുത്തുള്ളൂ. അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഭാവിയാണല്ലോ. പാവം ഉള്ള സത്യം പറഞ്ഞിട്ട് അവൻ സാധാ വിശ്വാസികൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ
കഥയെല്ലാം പൊള്ളയായിട്ട് വിളിച്ചു പറയുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നല്ലതാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, നീ ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ, ചെറുത് കാണുമ്പോൾ സാരമില്ല, എനിക്കും പാപം ചെയ്യാനൊരു പ്രേരണ വന്നു പോകാൻ സാധ്യതയുണ്ട്. നീ പറയുന്നത് ഏറ്റു പറയുന്നൊന്നുമല്ല, പക്ഷെ ദൈവത്തോട് നീ ലംഘനങ്ങൾ പറയുക. ഉഷടവൽക്കടന എന്നാൽ വചനം ശക്തമായി പ്രസംഗിക്കുക. അതുകൊണ്ട് ഇവിടെ നാം കാണുമ്പോൾ അവൻ സ്വന്തം ലംഘനങ്ങളെ ഏറ്റു പറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്നൊരു ദൈവം. ആരോട്? അവനോട്, ദൈവത്തോടുള്ള ബന്ധം. അത് നാം കറക്റ്റ് ആക്കേണ്ടത് ആവശ്യമാണ്. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവിനെ സഹായിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാൽ